നമ്മൾ ടൈറ്റ് ചെയ്യാണ്, കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തു. ഗിയർ ഓയിൽ WD-40, ഇത് ഇതിൻ്റെ ഒറിജിനൽ ഹാൻഡിലാണ്, ഹാൻഡിലെ ഗ്രിപ്പാണ്. ഇതാണ് ടൂൾസ് എന്ന് പറയുന്നത്, കോമൺ ഹാൻഡ് ടൂൾസാണ്. എയർ ഫിൽറ്റർ ഉണ്ട്. ഇത് പൾസർ 20 മാത്രം ഫ്രണ്ടിലെ സ്പോക്കറ്റ് മാത്രം കിട്ടും. ആ ഒരു സ്പോക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു കത്തിയുണ്ട്, പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും. അപ്പോൾ നമ്മളിന്ന് ചെയ്യണ്ടേ, ഇപ്പോൾ ചെയിൻ്റെ ഒരു റോക്കി മുകളിലേ ഞാനത് നോട്ടാക്കാം. ഒരു വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഉണ്ടാവും ഒരു സ്പ്രോക്കറ്റിന്. അപ്പോൾ അത് ഊരിയിട്ട് ശരിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം നമുക്കൊന്ന് പൾസറിൻ്റെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് എന്താണെന്നുള്ളതെന്ന് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ ലൂബ് കൊടുക്കാറില്ല, പകരം ഗിയർ ഓയിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നും പറയാം, ചെയിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇതാദ്യം അഴിക്കണ്ടോ, ഈ ഒരു ഗിയറിൽ ആദ്യം അഴിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിതിൻ്റെ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ ഇങ്ങനെ ആക്കണം, തിരിച്ചാണ് അഴിക്കേണ്ടത്. എല്ലാം ലൂസിൽ നിന്നും മുകളിലേക്കാണേ. ഇത് ഊരട്ടോ. ഇപ്പോൾ ഗിയർ ലിവർ ഊരിട്ട് ഈ സ്ക്രൂ എടുത്തിന് വെച്ച് എളുപ്പമാണ് എടുക്കാനായിട്ട്. ഇനി ഈ കവർ അഴിക്കണം. കവർ അഴിക്കാനായിട്ട് 10 ഈ ബോൾട്ട്, 10 ബോൾട്ട് വെച്ചിട്ട് ടീസ്പാനാണ്, അപ്പോൾ സുഖമായിട്ട് ഊരാം. അടുത്ത ഊരെടുത്തു. ഇതാണ് കവർ ഇട്ടത്. കവർ ചെയ്യാണ്ട് വയ്ക്കുകയാണ്. ഇത് റോക്കിയും പറ ഒരു വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഉണ്ടോ, ഈ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റാനുള്ള ശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് എടുക്കാം. കൂടെ അതിന് ഗാഡി പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, ഈ ഗാഡി അതിട്ടിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്യുക ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ പിന്നെ അനങ്ങില്ല ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടെ ഊരെടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഊരെടുത്തു. ഇനി ഈ സ്പോക്കറ്റിനെ ഇളക്കിയെടുക്കുകയാണ് ഞാൻ. ചെയിൻ അഴിക്കാതെ തന്നെ ഇളക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. ഊരെടുത്തു. നല്ല സിമ്പിളായിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എടുക്കാനായിട്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു. അപ്പോൾ ഇതാണ് പഴയ സ്പോക്കറ്റ്, അതിൻ്റെ പഴയ ലോക്ക്, അതിൻ്റെ പഴയ നെട്ടുകൾ. ഇത് രണ്ടും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് മുകളിലത്തെയാണ്, അപ്പോൾ അതിന് ഗ്രീസില്ല. താഴത്തെയാണ്, അപ്പോൾ അതിന് കുറച്ച് ഗ്രീസ് ഉണ്ട്. ഇത് ഗിയർ ലിവറിൻ്റെ സാധനം കേട്ടോ. ഇനി പുതിയത് എടുക്കാം. പുതിയെടുക്കുമ്പോൾ ഇതാണ് ബജാജിൻ്റെ പുതിയ സ്പോക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കവറാണ് മാറ്റിക്കാം. ഇതാണ് പുതിയ സ്പോക്കറ്റ്. അതിൻ്റെ ലോക്കും ഉള്ള കവറാണിത്. അത് അങ്ങനെ ഇട്ടു. അപ്പോൾ ഇത് അതിൻ്റെ ലോക്ക്. ഇനിയിപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ചെയിൻ പുതിയ സോക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് പിടിപ്പിക്കാൻ പറ്റില്ല, കാരണം ആ ഒരു ലീവറേജ് ഇല്ല. ചെയിൻ കുറച്ച് ടൈറ്റില്ലേ. അപ്പോൾ അതിന് ചെയിൻ അഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ചെയിൻ അഴിക്കാൻ പറയുമ്പോൾ ഞാൻ ചെയിൻ അഴിക്കുന്നില്ല, പകരം ആ ചെയിൻ്റെ ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് കുറച്ച് നീക്കിയുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ചും കൂടി ലീവറേജ് കിട്ടും. പിന്നെ ടൈറ്റ് സ്പോക്കറ്റ് മാറ്റിനേഷൻ ചെയ്യാം. അപ്പോൾ ചെയിൻ അഴിക്കണം. അപ്പോൾ അതിൻ്റെ ടൂളെന്ന് പറയുന്നത് ഒരു ടൂള് ബജാജിൻ്റെ തന്നെയാണ്. അത് ആ ഒരു സീറ്റിനടിയിലാണ്. അപ്പോൾ അതെടുക്കട്ടെ. ഇത് ഊരിയെടുക്കണേ. ഈ ബാക്കിലെ സീറ്റിൽ ഈ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിനകത്ത് ചെയിൻ ടൈറ്റായുള്ള ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഹാൻഡ് ടൂൾസൊക്കെ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ ടൂൾസും കൂടി വേണം നമുക്ക് സപ്പോർട്ടിനായിട്ട്. അപ്പോൾ ആ സീറ്റ് ഞാൻ ഊരി താഴെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ചെയിൻ്റെ ടൂളാണ്. ഈ ബോക്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു ബോക്സ് എടുക്കാം. ഇതാണ് എൻ്റെ ബോക്സ് തന്നല്ലേ, ആ ഒരു ബോക്സ് ടൂള്. ആ ബോക്സ് ടൂളും രണ്ടുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു ടൂൾ. ഈ ഒരു ലീവറേജുള്ള സാധനമാണ് എൻ്റെ. ലൂസാക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു ചെയിൻ്റെ ഒരു ഇതുകൂടി ലൂസാക്കേണ്ടത് വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ലൂസാക്കിയാൽ മതി. അത്രേ ഉള്ളൂ, ടൈറ്റൊന്നുമില്ല. എന്നിട്ട് ഒന്നുകൂടി ഇപ്പുറത്ത് പോയിട്ട് കൊണ്ട് ലൂസാക്കുന്നുണ്ട്. നമ്മളത് ഒരു ചെറുതായിട്ടൊരു രേഖ അതുപോലെ ചവിട്ടി കയറ്റും. ഇപ്പോൾ ചെയിന് കുറച്ച് ലീവറേജ് കിട്ടി കാണും. ആ ലീവറേജ് നമ്മളെടുത്ത് ഉപയോഗിക്കാൻ പോകണം ഇങ്ങനെ ആ സ്പോക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പുതിയ സ്പോക്കറ്റ് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇതിനകത്തിട്ടു. പുതിയ സോക്കറ്റ് നമ്മൾ ഇട്ടു കേട്ടോ. അത് ശരിക്കും കാണിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ബലം പിടിച്ചിട്ടുണ്ടേ എൻ്റെ കൈ ഒന്ന് വേദനിച്ചപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ല. എന്നാലും ഇട്ടു. കണ്ടോ, ലോക്കും വെച്ച് പുതിയ
ലോക്ക് നട്ടാണേ ഇടുന്നത്. ഇതിൽ ത്രെഡ് ലോക്കർ ഓൾറെഡി ഉണ്ട് കേട്ടോ, ത്രെഡ് ലോക്കർ ഉണ്ട്. അപ്പോൾ ത്രെഡ് ലോക്കറിന് വേറെ വെക്കേണ്ട കാര്യമില്ല. ഇതിനകത്തും ചെറിയ തോതിൽ ത്രെഡ് ലോക്കർ കാണാനുണ്ട്, പക്ഷേ ഒരെണ്ണത്തിനെ ശരിക്കും ത്രെഡ് ലോക്കർ ഉള്ളൂ. 10 തന്നെയാണ്. അപ്പോൾ ടൈറ്റ് ചെയ്യാനായിട്ട് ഇത് തന്നെ ഈ ടീ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ചെയിൻ്റെ ഫ്രണ്ട് സ്പോക്കറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഫുള്ള് ടൈറ്റ് ചെയ്യണം. അതിന് ശേഷം ചെയിൻ ടൈറ്റ് കൊണ്ട് കാണിക്കാം. കണ്ടില്ലേ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇനി വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഇല്ലാണ്ട് അപ്പോൾ ക്ലിയറായി. അപ്പോൾ സ്പോക്കറ്റിൻ്റെ ഇഷ്യൂ ശരിയായെന്ന് പറയാം. പിന്നെ ഗ്രിപ്പ് മാറാൻ വല്ല കാര്യമൊന്നും കാണിക്കാമല്ല, ഞാൻ ഓൾറെഡി കാണിച്ചാണ്. ഈ ഒരു ഗിയർ ഓയിലാണ് ഞാൻ ഒഴിക്കാൻ, സ്പ്രേ അല്ല ഒഴിക്കാറുള്ളത്, ഗിയർ ഓയിലാണ്. അപ്പോൾ അതും കൂടിയും എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് കാണിക്കാം. ചെയിൻ ടൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ കവർ അടയ്ക്കാം. കവർ അടച്ച് ഗിയർ ലിവർ സെറ്റാക്കാം. ഇനി ഈ ഒരു ഗിയർ ലിവർ ഫിറ്റ് ചെയ്യാം. ഗിയർ ലിവർ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് വെച്ചാൽ ഈ ഗിയറിൻ്റെ പൊസിഷൻ നോക്കണം കറക്റ്റ്. അതായത് ഇവിടെ തട്ടാൻ പാടില്ല ഗിയർ വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പൊസിഷനിൽ വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. അത് കുറച്ച് പാടൊന്നുമില്ല, സാധാരണ ഒരു വേണം തട്ടില്ല ഉറപ്പല്ലേ. ഒരു ചെറിയ ഒരു ഡിഗ്രി നോക്കിയാൽ മതി, വലിയ പാടൊന്നുമില്ല. ശരിക്കും ഈ ചെയിൻ ടൈറ്റ് ചെയ്യാൻ ടൂൾസ് നമ്മുടെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഒരു നെട്ടും ടൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സ്പാനർ എടുക്കാൻ പോകണം ആദ്യം. ഈ മാർക്ക് വരെ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ മാർക്ക് വരെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, കറക്റ്റും ചെയിൻ്റെ ഒരു പ്ലേ ഉണ്ട്. കുറേ ഒരു ടൈറ്റ് പ്ലേ ഉണ്ട്, പക്ഷേ അത് ഓക്കെയാണ്. നമുക്ക് 2 ദിവസം ശരി ബജാജ് ആണല്ലോ. ഇനി അപ്പുറത്ത് പോയിട്ട് അതേപോലെ മാർക്കിൽ ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ മാർക്ക് കേട്ടോ, ഈ മാർക്ക് ഇങ്ങോട്ട് എത്തിയാൽ മതി, ഇത്രേ വേണ്ടൂ. വേറെ പ്രശ്നങ്ങളും സീനൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതും അതും ശരിയായി. ഇനി ഓടിക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസ്ക് കുറയുന്നുണ്ടോ നോക്കണം, ഡിസ്ക് കുറയുന്നില്ല, ഓക്കെയാണ്. അപ്പോൾ ചെയിൻ ടൈറ്റിൽ കഴിഞ്ഞ് ഇനി വീൽ ടൈറ്റ് ചെയ്യണം. വീൽ ടൈറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആദ്യത്തെ സഹായം വേണം. ആദ്യം പോയിട്ട് ആ ബ്രേക്ക് ചവിട്ടു അത്രേ. അപ്പോൾ ബ്രേക്ക് ചവിട്ടി നിർത്തിയിട്ടുണ്ടാവില്ല. ഇനി ഈ ബ്രേക്ക് ചവിട്ടിയതിൽ വെച്ചിട്ടാണ് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാണ്, കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തു. ഇപ്പോൾ ചെയിൻ ടൈറ്റ് ഉണ്ട്, സൗണ്ടും ഇല്ല. ഇനി നമുക്ക് ഗിയർ ഓയിലും കൊടുത്ത പരിപാടി അവസാനിപ്പിക്കാം. സ്റ്റാർട്ടാക്കിയിട്ട് ഒറ്റിക്കരുത്, കാരണം അത് റിസ്ക്കാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഫ്രണ്ട് സ്പോക്കറ്റ് മാറ്റി ഓയിലും കൊടുത്തു, സംഗതി കഴിഞ്ഞു. അപ്പോൾ ഇനി മാറ്റാനുള്ളത് എയർ ഫിൽറ്റർ മാറ്റണം. എയർ ഫിൽറ്റർ മാറ്റിയിട്ട് ആ ഗ്രിപ്പ് മാറ്റണം. ആ രണ്ടും മാറ്റിയതിന് ശേഷം കാണിക്കാം. പഴയ ഗ്രിപ്പാണ്. എയർ ഫിൽറ്റർ കൂടി മാറണേ, കാരണം ഓയിൽ ഞാൻ മാറിയായിരുന്നു. ഓയിൽ മാറിയെന്ന് പറയുമ്പോൾ കുറച്ച് കറുത്തുണ്ടായിരുന്നു. ഞാൻ കാസ്ട്രോൾ DTSI വെച്ചിട്ടേ കുറച്ച് അധികകാലം ഓടിയായിരുന്നു, അപ്പോൾ അത് കറുത്തുണ്ടായിരുന്നു. അത് വേഗം മാറി. അപ്പോൾ ആ സമയത്ത് എയർ ഫിൽറ്റർ മാറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് എയർ ഫിൽറ്റർ ഈ ഒരു സ്ക്രൂ ഉള്ളത് പണ്ട് ഫസ്റ്റ് സർവീസിന് ഇപ്പോൾ അമ്മ നശിപ്പിച്ചാണേ, എന്തായാലും ശരിയാക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ പിന്നെ വേറെ വാങ്ങാനും പോയില്ല. അത് ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ പിന്നെ തലവേദനയൊന്നുമില്ല. പക്ഷേ ഈ വൈബ്രേഷൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാ വൈബ്രേഷനും ഒക്കെ കാരണം എന്തെന്നാണ് വൈബ്രേഷൻ വരുന്നത് അറിയില്ലല്ലോ. ഇതാണ് എൻ്റെ കൂടുതലുള്ള മെക്കാനിക്ക് ആദ്യം. അയോടാ ഞാനിത് ഇങ്ങനെ തന്നെ വയ്ക്കുന്നുണ്ട്, കാരണം സ്ക്രൂവിൻ്റെ പൊസിഷനൊന്നും മാറേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു എയർ ഫിൽറ്റർ ഉണ്ടോ. ഈ എയർ ഫിൽറ്ററിന് യെല്ലോ അകത്തും ഈ വെള്ള പുറത്താണ്. അതിന് കാറ്റെടുക്കുന്നത് ഇതിലേക്ക് തട്ടിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോണേ. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത്, സാധാരണ ക്ലീൻ ചെയ്താൽ മതി എന്ന് പറയും, പക്ഷേ ഞാൻ ക്ലീൻ ചെയ്യാറില്ല. കാരണം ഇതധികം വിലയൊന്നുമില്ല, തന്നെ 70 രൂപ എങ്ങോട്ടുള്ളൂ, പിന്നെ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് പഴയ എയർ ഫിൽറ്ററും ഇത് പുതിയ എയർ ഫിൽറ്ററും. ഈ എയർ ഫിൽറ്ററിനകത്ത് ഒരു ബ്ലാക്ക് സംഗതി ഉണ്ടോ. ഇത് പണ്ട് ഈ എയർ ഫിൽറ്ററിനകത്ത് വന്നിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ പുതിയ എയർ ഫിൽറ്ററിനകത്ത് അതും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടോ, കുറച്ച് ഓയിൽ വെച്ചിട്ട് ഞാൻ സ്മൂത്ത് ചെയ്യുന്നുണ്ട്. കാരണം അത് മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് കൂടി വന്നാൽ ചെയ്യേണ്ടതുണ്ടോ എന്നറിയില്ല, എന്നാലും ചെയ്തേക്കാണ്. കാരണം ഇപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമില്ല, ചെയ്തേക്കാം വിചാരിച്ചിട്ട്. ഇത് ക്യാമറ ഒന്ന് വെക്കട്ടെ. ഒന്നിങ്ങനെ സോക്കാണ് ഗിയർ ഓയിലേ, കാരണം ചളിയാവുന്നുണ്ട് കുറച്ചപ്പോൾ. എൻ്റെ കൈകളുടെ കൈ കഴിഞ്ഞു, പക്ഷേ എന്നാലും കുഴപ്പമില്ല. സോക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് തിരിച്ചതിനകത്ത് തന്നെ ഇടണേ. ഈ ഒരു ബ്ലാക്ക് സംഗതി എയർ ഫിൽറ്റർ നമ്മൾ മാറി. ഇനി അത് ഫിറ്റ് കഴിയുമ്പോൾ പരിപാടി തീർന്ന്. അപ്പോൾ നമ്മൾ കവറും തിരിച്ച് ഫിറ്റ് ചെയ്തു. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് കവർ ഫിറ്റ് ചെയ്യണം. ആ ഒരു കവർ ഫിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡു ഇറ്റ് യുവർസെൽഫ് വീഡിയോ ആണ്. ഈ ഒരു ഗ്രിപ്പ് മാറി, നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറി, പിന്നെ
ഓയിൽ കൊടുത്തു, എയർ ഫിൽറ്റർ മാറി. ഇനി ഇത് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, നമുക്കത് അടുത്ത വീഡിയോയിലേക്ക് ഉപയോഗപ്പെടുമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ എല്ലാം ശാസ്ത്രീയമാണോ എന്ന് വെച്ചാൽ ഗിയർ ഓയിൽ വയ്ക്കുന്നത് ശാസ്ത്രീയമൊന്നുമല്ല. കാരണം ഓറിങ് ചെയിന് അവർ സ്പ്രേ അടിക്കാനാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഗിയർ ഓയിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്നാണ്. ഈ ഫ്രണ്ട് സ്പോക്കറ്റ് കിട്ടുന്ന കാര്യം എല്ലാവർക്കും അറിയില്ലായിരുന്നു. അത് നമ്മൾ പാർട്ട് നോക്കിയപ്പോൾ ആ ഒരു ഗിയർ ബോക്സിൻ്റെ പാർട്ടിൻ്റെ കൂടെ ആ സ്പോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോയും ഉപയോഗപ്പെടുന്ന കരുതാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി. കണ്ണു നമസ്കാരം. വേടാ.